എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെയിനായിട്ടുള്ള കേരളത്തിലെ പ്രശ്നം എന്താ? ബിൽഡിംഗ് വീണത്, ആ മെഡിക്കൽ കോളേജിൻ്റെ ബിൽഡിംഗ് വീണു. അതിൻ്റെ ടൈമായി അത് വീണു. അത് കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഇത്തരം അപകടം ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് നേരത്തെ കാലത്ത് അതിൻ്റെ ഉദ്യോഗസ്ഥർ അത് കൃത്യമായി അവിടെ ആളുകളെ കയറ്റാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ്. അത് വീണു. അവരുടെ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീൻ്റെ ടൈമായി, ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ടൈമായി. അപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഒരു മന്ത്രി രാജിവെക്കാന്നൊക്കെ പറഞ്ഞിട്ട് വെന്റിലേറ്ററിലാണ് ആരോഗ്യവകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമ്മൾ ആരോഗ്യവകുപ്പിനെ അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയില്ല. കാരണം നമ്മളൊക്കെ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിയിട്ടുള്ളതാണ് പല കാര്യങ്ങൾക്കായിട്ട്. നമുക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലാണെന്ന് പറയാൻ അത്ര അനുഭവം ഇല്ല. കാരണം മെഡിക്കൽ കോളേജുകളിലൊക്കെ നേരിട്ടിട്ടുള്ള അനുഭവങ്ങളൊന്നും എനിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ചികിത്സകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പല രീതിയിലുള്ള വിമർശനം നമ്മൾ തന്നെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ കുറവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അതുണ്ടാവുമല്ലോ, ഒരിക്കലും പ്രൈവറ്റ് അല്ല. ഇത് നോക്കി നടത്തുന്ന ആളുകളുടെ കുറച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ അത്ര മോശമൊന്നുമല്ല. നമ്മൾ നല്ല രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ചികിത്സ കൊടുക്കുന്നുണ്ട്, ആളുകളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ പ്രതിപക്ഷം കണക്കുകൾ വെച്ചിട്ടൊന്നുമല്ല, അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആരോഗ്യവകുപ്പ് തകർച്ചയിലാണെന്ന് പറയുന്നത്. ഒരുപക്ഷെ പിണറായി ഇപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഭരണ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റെപ്പ് അതിനേക്കാളും ഒരു 10 അടി അല്ലെങ്കിൽ ഒരു 15 അടി മുകളിലാണ് ശരിക്കും ഇപ്പോൾ സർക്കാർ എത്തി നിൽക്കുന്നത്. അത് പിണറായി വിജയൻ്റെ കഴിവുകൊണ്ടാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണെന്നും പറയാം, അല്ലാന്ന് പറയാം. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, നിർബന്ധിതരാവണം നമ്മൾ വളരാൻ എന്ന് പറയുന്നത്. ഭക്ഷണം കൊടുത്താലും വളരും, കൊടുത്തില്ലെങ്കിലും വളരും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വളർച്ച ഉറപ്പായിട്ടും നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വളർച്ചയെ നമ്മൾ കാണാതെ പോരുത്. ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുമ്പോൾ നേരെ പോവുക, മന്ത്രി രാജിവെക്കുക. ഏതോ സിനിമയിൽ പറഞ്ഞ ഒരു എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ പോലെ ആരോഗ്യമന്ത്രിക്ക് അവിടെ പ്രത്യേകിച്ചായിട്ട് അവിടെ എന്ത് ചെയ്യാനാണ് ആരോഗ്യമന്ത്രി? ഒരു ബിൽഡിംഗ് വീണാൽ എന്ത് ചെയ്യും? പറ്റാവുന്ന എന്താ? വിസിറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ് വിസിറ്റ്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് എന്താ പറയുക, അവിടുത്തെ ബിൽഡിംഗ് വീണിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവിടുന്ന് ഒരാൾ പറയുന്നു, 1-2 ആൾ പറയുന്നു, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഞാനാണ് ഇവിടുത്തെ ആൾ, പ്രശ്നമൊന്നുമില്ല എന്നൊരാൾ പറയുമ്പോൾ മീഡിയ വരും നേരെ. മന്ത്രി എത്തിയിട്ടുണ്ടല്ലോ, മന്ത്രിൻ്റെ ബൈറ്റ് വേണ്ടേ? എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പം എത്തിയ മന്ത്രിനോട് മീഡിയ ചോദിക്കും. അപ്പോൾ മന്ത്രി സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ എന്താ അവിടുന്ന് കിട്ടിയത് വരാൻ, കുഴപ്പമൊന്നുമില്ല എന്നുള്ളതായിരിക്കും. പിന്നീട് അങ്ങോട്ടേക്ക് അന്വേഷിക്കുമ്പോൾ ഒരാളുണ്ട്. അപ്പോൾ എന്താ സംഭവം? അതിനെന്ത് ചെയ്യലാണ്? നമ്മൾ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് അതിനുള്ളിലുള്ള ഒരാളെ കഴിച്ചിലാക്കാൻ നോക്കുക എന്നുള്ളതാണ് പിന്നീട് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. അത്ര അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മന്ത്രി അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അവർ മരിച്ചു, അവർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ ഒന്നാമത്തേത് പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ള, അവർക്കിപ്പോൾ ഏകദേശം 8 മാസം അതെന്തോലും ബാക്കിയുള്ളൂ. അപ്പോൾ അവർക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണമായിട്ട് ഇതിനെ കണ്ട് അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷം. അല്ലാതെ ഇപ്പോൾ അതിന് മാത്രം ഇവർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടലിന് മാത്രമുള്ള ഒരു സംഭവം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ പിണറായി വിജയൻ അമേരിക്കയിൽ പോയത്, അയാൾക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്ക് അയാൾക്ക് പോവാം, അയാൾക്ക് പൈസ ഉണ്ടെങ്കിൽ അയാൾക്ക് പോവാം. അയാളുടെ മുഖ്യമന്ത്രിയാണ് സ്റ്റേറ്റിൻ്റെ. അയാളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അയാൾ ചികിത്സക്ക് വേണ്ടി കേട്ട് ഇപ്പോൾ നമ്മൾ നികുതിപ്പണം കൊണ്ടാണോ അല്ലയോ അതൊക്കെ പിന്നത്തെ ചർച്ച. അവർ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളാണ്. ഒരു 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആൾക്ക് അതിനനുസരിച്ച് ഇങ്ങോട്ട് ചികിത്സ കിട്ടാൻ വേണ്ടി പോയി എന്നുള്ളതൊന്നും വലിയ കാര്യമില്ല. ഈ ടൈം മുഖ്യമന്ത്രിയോട് ഉണ്ടായിട്ട് ഇപ്പോൾ എന്താ കാര്യം? മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ചാടി കളിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രിക്ക് ഒരു പരിധി ഉണ്ട്, എല്ലാത്തിനും പരിധി. മുഖ്യമന്ത്രിക്ക് കൂടുതലായിട്ട് വേണ്ട പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പോകാന്നല്ലാതെ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. മൂപ്പരല്ലല്ലോ ഇപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. അപ്പം അതും ഒരു അനാവശ്യമായിട്ടുള്ള ചർച്ചയാണ്. ഇതൊരു കാര്യമില്ലാതെ കുറേ ദിവസം ചാനലുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ ആരോഗ്യവകുപ്പിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും മുന്നോട്ട് പോകും. അതായത് ഇപ്പോൾ ഞാൻ മുമ്പ് നമ്മളെ വീഡിയോയിൽ ഉണ്ട്, നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിലത്തെ ഒരു വീഡിയോ ഉണ്ട്. ഹോസ്പിറ്റലിനകത്ത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല. ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറവില്ല. ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറയും ചില സമയത്ത്. ഇപ്പോൾ ഒ പിയിൽ ഡോക്ടേഴ്സ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 5 ആളുണ്ടെങ്കിൽ 1 മണി കഴിഞ്ഞാൽ പിന്നെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗമായി. ഇവിടെ ഒ പി ഇല്ല. ആ ഒരു ചിലപ്പോൾ ഒരു പക്ഷേ അസുഖങ്ങൾ വരുന്നതൊക്കെ, അസുഖങ്ങൾ കൂടുന്നതും അല്ലെങ്കിൽ പനി, ഇപ്പോൾ ചില സമയത്ത് കാലാവസ്ഥ കാരണമൊക്കെ
പെട്ടെന്നൊക്കെ ആയിരിക്കും വയ്യായൊക്കെ വരിക, പ്രായമുള്ള ആളുകൾക്കും കുട്ടികൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ നേരെ എന്ത് ചെയ്യും, 1 മണിക്ക് ശേഷമായിരിക്കും നമ്മൾ കൊടുത്ത് കാണിക്കുക. ആ സമയത്ത് ഒറ്റ ഡോക്ടറുടെ ഡ്യൂട്ടിയിൽ ഉണ്ടാവുള്ളൂ. കാഷ്വാലിറ്റിയിൽ 2-3 ആളുകൾ ഇടണമായിരുന്നു നിർബന്ധമായിട്ടും. കാരണം എന്ന് വെച്ചിട്ട് ഒരു വലിയ പ്രദേശത്തെ ഹോസ്പിറ്റലാകുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡോക്ടേഴ്സിന്റെ കുറവുണ്ടാവാറുണ്ട്. പിന്നെ ചില ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ ഇല്ലാതാവാറുണ്ട്. അത് ഇനി മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ. പിന്നെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള സമയത്ത് മരുന്നുകൾ സ്റ്റോക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ എക്യുപ്മെന്റ്സിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന നൂലുണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്യുന്ന നൂല്, പിന്നെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന കമ്പില്ലേ, നമ്മൾ ഈ കുളത്തിന് കമ്പി, അങ്ങനത്തെ 2-3 അനുഭവമൊക്കെ ഞാൻ എൻ്റെ പേരിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കുളത്തുന്ന കമ്പിണ്ട്, ഈ കമ്പി ഡാമേജ് ആയതും പഴയതും ആയിട്ടുള്ള സംഭവങ്ങളാകുമ്പോൾ ഈ സ്റ്റിച്ചിങ്ങിന് ശരിക്കും നമ്മൾ തൊലി 2 കൂട്ടി തുളക്കുന്ന സമയത്ത് ഈ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കും. കാരണം ഇത് കയറൂല. അങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഭാഗത്ത് ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, നമ്മളിപ്പോൾ നോർമലി നമ്മളെ കവളത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ സെയിം ആയിട്ടുള്ള ഒരു സൂചി കൊണ്ടല്ല ശരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലിപ്പാണ്, ഇപ്പോൾ അപ്ഡേഷനൊക്കെ വന്ന് സ്റ്റാപ്ലർ പോലെ ഇങ്ങനെ ക്ലിപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അന്ന് ആ സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടത്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള തൊലി ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം സാധനം വെച്ച് കാലിൻ്റെ അടിയത്തെ കട്ടിയുള്ള തൊലി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കേട്ട് അന്ന് ഡ്യൂട്ടി ഡോക്ടർ മെനക്കെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള ചികിത്സകൾക്ക് വിവിധ തരത്തിലുള്ള പരിപാടികളുണ്ട്, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വസ്തുക്കളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ആശ്വാസമാണ്, വന്ന രോഗികൾക്കും ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ വ്യത്യാസം, കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇറക്കി കണ്ട ഗുളികകളും ഡോക്ടർമാരെ ചികിത്സിക്കുന്നതൊക്കെ കേരളത്തിലുള്ള ജനങ്ങളല്ലേ എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് അറിയാലോ നല്ല രീതിയിലുള്ള ചികിത്സ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ ഈ പരിപാടി പാളിപ്പോയി എന്നുള്ളതാണ്. അവർക്ക് പ്രത്യേകിച്ച് മാറ്റത്തിൽ വലിയ ഗുണമൊന്നും കിട്ടിയില്ല. കുറേ ഒച്ചമ്പളി ഉണ്ടാക്കിയിട്ടെന്താ കാര്യം? ഈ ഒച്ചമ്പളി വേഗം നിർത്തിയാൽ അത്രയും നല്ലത്. അല്ലാതെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ രാജിവെപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ ഉണ്ടാകാൻ വേണ്ടി പോണില്ല. പിന്നെ ഒരു ഒച്ചമ്പളിയും ബഹളയും എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകാർക്ക് കുറച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അത്രേ ഉള്ളൂ.